SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന CPIM വിലയിരുത്തൽ. സ്ഥാനാർത്ഥി നിർണയത്തിൽ ജാഗ്രത വേണമായിരുന്നു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്തിയെന്നും സംസ്ഥാന സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ. പാർട്ടിയിലെ പ്രായോഗിക തിരുത്തൽ നടപടികൾ പിന്നീട് ഉണ്ടാകും. കീഴ്ഘടകങ്ങളിൽ ഒരു റൗണ്ട് കൂടി ചർച്ച നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന് കൂട്ടായ ഉത്തരവാദിത്വമാണെന്നും സംസ്ഥാന സമിതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. സുനിഷ അയ്യല്ലൂർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സുനിഷ, എങ്ങനെയാണ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെ വിലയിരുത്തുന്നത്? അതിൽ തന്നെ വെള്ളാപ്പള്ളിയുടെ കാർ യാത്ര, തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയം, ഇതിലൊക്കെ വിമർശനം ഉണ്ടാവുന്നുവെന്ന് മനസ്സിലാക്കുന്നു. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഇടം പിടിക്കുന്നുണ്ട് റിപ്പോർട്ടിൽ. ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം, വിശദാംശങ്ങൾ എങ്ങനെയാണ് സുനിഷ അയ്യല്ലൂർ? റീജിത്ത് കീർത്തനാഥാണ് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. നിരവധി കാര്യങ്ങൾ തോൽവിക്ക് കാരണമായിട്ടുള്ളത് എന്താണ് എന്നുള്ളത് കൃത്യമായി തന്നെ വിവരിച്ച് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും സ്വയം വിമർശനമായി കാണേണ്ട ചില കാര്യങ്ങൾ കൂടി ഇതിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPMന്റെ സ്വയം വിമർശനമായി ഇവർ പറയുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന്, വെള്ളാപ്പള്ളിയെ തള്ളി പറയാത്തത് തെറ്റ് എന്നുള്ളതാണ്. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതടക്കമുള്ള സാഹചര്യങ്ങളിൽ അത് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ തരത്തിൽ അവമതിപ്പുണ്ടാക്കിയിരുന്നു. പക്ഷേ അന്നൊന്നും തന്നെ ഇത് തിരുത്താനോ അല്ലെങ്കിൽ ഇതിലൊരു വിശദീകരണം നൽകാനോ പോലും തയ്യാറാകാത്തത് അതൊരു തരത്തിൽ തെറ്റായ രീതിയിൽ തെറ്റായ സന്ദേശം നൽകിയിട്ടുണ്ട് എന്നൊരു സ്വയം വിമർശനം CPMന്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിത്വം പിഴച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. സ്ഥാനാർത്ഥിയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല എങ്കിൽ പോലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു ജാഗ്രത വേണമായിരുന്നു. അവിടെ കുറച്ചുകൂടി ജാഗ്രത പുലർത്താമായിരുന്നു എങ്കിൽ തോൽക്കില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെച്ചിരിക്കുന്ന യോഗത്തിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പറഞ്ഞതുപോലെ അയ്യപ്പ സംഗമത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ അയ്യപ്പ സംഗമ വേദിയിൽ അത് നടത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡാണ്. അതിന് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം അത് അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി വായിച്ചത് അത് അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്തി അത് സ്വാഭാവികമായും ആളുകളിൽ ഒരു തെറ്റായ രീതിയിൽ ഒരു ചിന്ത കൊണ്ടുപോയി എന്നുള്ളത് കൂടി ഇതിൽ പറയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം പരാജയത്തിന് കൂട്ടായ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. നേരത്തെ നമുക്കറിയാം, ബ്രാഞ്ച് മുതൽ ജില്ലാ സെക്രട്ടേറിയറ്റ് വരെയുള്ള യോഗത്തിലെല്ലാം തന്നെ പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും ചില പരാമർശങ്ങൾ, ചില നിലപാടുകൾ, ചില രീതികളെല്ലാം തന്നെ ആണ് തോൽവിക്ക് കാരണമെന്നുള്ള വിമർശനം, രൂക്ഷ വിമർശനം പല ഭാഗങ്ങളിലും പല കോണുകളിലും ഉയർന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഏതെങ്കിലും ഒരാളുടെ മാത്രം വീഴ്ചയല്ല പരാജയത്തിന് കാരണമെന്നുള്ളത് കൂടി ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തോൽവിയുടെ ഉത്തരവാദിത്വം അത് കൂട്ടുത്തരവാദിത്വം എന്നുള്ള രീതിയിൽ പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ളത് പറയുന്നു. ഈ സാഹചര്യത്തിൽ ഈ വിമർശനാത്മകമായി ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം തിരുത്താൻ തയ്യാറാകണമെന്നൊരു കാര്യം കൂടി റിപ്പോർട്ടിൽ പറയുന്നു. അങ്ങനെ സ്വയം തിരുത്താൻ തയ്യാറാകാത്തവരെ തിരുത്താൻ പാർട്ടി നേതൃത്വത്തിന് കഴിയണമെന്നൊരു കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളത് കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ സർക്കാരിനെതിരായ ചില പ്രചരണങ്ങൾ അത് വോട്ടുകൾ നഷ്ടമാക്കാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ പറഞ്ഞത് അത് ജനങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വോട്ട് നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളത് കീഴ്ഘടകങ്ങളിൽ നിന്ന് അതിരൂക്ഷമായ വിമർശനം തോൽവിക്ക് പിന്നാലെ സംഘടനാ തലത്തിൽ ഉയർന്നു വന്നതാണ്. അതുകൂടിയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ ഇടം പിടിക്കുന്നുണ്ട്. പ്ലീനം ഉണ്ടാകാനുള്ള സാധ്യത, അത് സംബന്ധിച്ച് എന്താണ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത്? പ്ലീനം വേണമെങ്കിൽ അത് കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കട്ടെ എന്ന നിലപാടാണോ സുനിഷ? തീർച്ചയായിട്ടും അങ്ങനെയാണ് റീജിത്ത് മനസ്സിലാക്കുന്നത്. അതായത് തിരുത്തൽ പ്രക്രിയക്കും ജനവിശ്വാസം ഏറ്റെടുക്കാനുള്ള വഴികൾ കണ്ടെത്താനുമായെല്ലാം പാർട്ടി പ്ലീനം ചേരുമെന്നുള്ളൊരു തീരുമാനത്തിലേക്കായിരുന്നു നേരത്തെ കടന്നിരുന്നത്. പക്ഷേ പ്ലീനം ചേർന്നേക്കില്ല എന്നുള്ളൊരു വിവരം കൂടി തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ തെറ്റ് തിരുത്താൻ പ്ലീനം ചേരണമെന്ന തീരുമാനം നിലവിൽ സംസ്ഥാന കമ്മിറ്റി എടുത്തിട്ടില്ല. ആ പ്ലീനം വേണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ് എന്നൊരു തീരുമാനത്തിലേക്കാണ് സംസ്ഥാന കമ്മിറ്റി ഉള്ളത്. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിന് ശേഷമായിരിക്കും അത്തരമൊരു നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്താണ് ഇനി അങ്ങോട്ട് ഈ തെറ്റുതിരുത്തൽ നടപടി എന്ന രീതിയിൽ എന്താണ് പാർട്ടി ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രായോഗിക തിരുത്തൽ നടപടികൾ പിന്നീടായിരിക്കും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ കീഴ്ഘടകങ്ങളിലെല്ലാം ഒരു ചർച്ച ആദ്യഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ കീഴ്ഘടകങ്ങളിൽ ഒരു റൗണ്ട് ചർച്ച കൂടി നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി പാർട്ടി എത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രായോഗിക തിരുത്തൽ നടപടികൾക്ക് ഒരു 3 മാസത്തെ സാവകാശം, അതാണ് പാർട്ടി നിലവിൽ ഇപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 3 മാസത്തെ
സാവകാശം എടുത്തുകൊണ്ട് ഏതൊക്കെ തരത്തിൽ തിരുത്തലുകൾ വേണമെന്നുള്ളത് ആലോചിച്ച് അത്തരമൊരു തിരുത്തൽ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സംസ്ഥാന സമിതി നാളെ അവസാനിക്കും. ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ ഏത് തരത്തിലായിരിക്കണം തിരുത്തൽ നടപടി എന്നതടക്കമുള്ള കാര്യങ്ങൾ നാളെ ചേർത്ത് CPM സംസ്ഥാന സമിതിയിൽ കൂടി ചർച്ചയാകുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിനുശേഷമായിരിക്കും ഇതിനൊരു അന്തിമ രൂപം നൽകുക. റീജിത്ത് കീർത്തന. ശരി, സുനിഷ അയ്യല്ലൂർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കീഴ്ഘടകങ്ങളിൽ ഒരു ഘട്ടത്തിൽ കൂടി ചർച്ചകൾ നടക്കും. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വീഴ്ചയല്ല ഈ പരാജയത്തിന് കാരണം. കൂട്ടായി തന്നെയാണ് ഈ വീഴ്ച, കൂട്ടായി നേതൃത്വം പരാജയപ്പെട്ടു എന്നുള്ള വിമർശനം തന്നെയാണ് പൊതുവായി ഉയർന്നു വന്നിട്ടുള്ളത്. ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ അത് ഈ റിപ്പോർട്ടിൽ ഇടം പിടിക്കുന്നുണ്ട്. അത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാത്തത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നതുപോലെ, അതുപോലെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ തളിപ്പറമ്പിലടക്കം വീഴ്ച സംഭവിച്ചു എന്ന കുറ്റസമ്മതം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്നാണ് പാർട്ടി കാണുന്നത്. സുനിഷ അയ്യല്ലൂർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.